നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചാലും UDF സജ്ജമാണെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ VS ജോയ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നത് കോൺഗ്രസിന് വൈകാരികമായ കാര്യമാണ്. ഇത്തവണ LDF-ൽ നിന്നും UDF-ലേക്ക് വോട്ട് ചോരും. നേതൃത്വം ആരെ തീരുമാനിച്ചാലും അവർക്ക് വിജയം ഉറപ്പാണ് എന്നും VS ജോയ് ന്യൂസ് 18നോട് പറഞ്ഞു. അത് UDF-ന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ LDF-ന്റെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞ 2 തവണയും LDF ജയിച്ചതിൻ്റെ ഒരു കാരണം UDF-ലെ വോട്ടുകൾ ചോർന്നു എന്നുള്ളതാണ്. ഇത്തവണയും അത്തരത്തിലുള്ള പ്രതീക്ഷകൾ LDF മനസ്സിൽ വയ്ക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ചർച്ച കിടക്കുമ്പോൾ തന്നെ UDF-ൽ നിന്ന് ആരെങ്കിലും പിണങ്ങിപ്പോരും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെയാണ് പലരും പങ്കുവയ്ക്കുന്നത്. നേരെ തിരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത്. UDF-ൽ താരതമ്യേന 1-2 പേരൊക്കെ ഉയർന്നു നിൽക്കുന്നുള്ളൂ. പക്ഷേ CPM-ൽ അരഡസൻ ആളുകളുടെ പേര് ഇപ്പോൾ സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള സ്ഥാനാർത്ഥി ചർച്ചയിൽ ഇടം പിടിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരിൽ പലരും ആ കളം വിട്ട് ശ്രീ PV അൻവറിൻ്റെ പിറകെ ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഭിപ്രായ വ്യത്യാസം വലിയ പ്രയാസം ഉണ്ടാക്കാൻ പോകുന്ന ഇടതുപക്ഷത്താണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഹൈക്കമാൻഡ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ ഒറ്റക്കെട്ടായി ഐക്യജനാധിപത്യ മുന്നണി എല്ലാവരും ഒരു മനസ്സോടുകൂടി ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ അണിനിരക്കും. കോൺഗ്രസിന് യുവത സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അതിൻ്റെ പിന്നിൽ ഐക്യമുന്നണി പ്രവർത്തകർ ഒരുമിച്ച് മുന്നോട്ട് പോകും. പല പേരുകളും ചർച്ചയിൽ ആദ്യം താങ്കളുടെ പേരാണ് പ്രധാന കേൾക്കുന്നത്. അരുൺ ഷൗക്കത്തിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് എത്രമാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ ഒരു ചർച്ചകളിലൊക്കെ? എല്ലാം നമ്മുടെ ഒരു ഇതിൽ നിൽക്കുന്ന കാര്യമല്ല. അത് നമ്മളെ സംബന്ധിച്ച് ഇലക്ഷൻ മുന്നൊരുക്കങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അതാണ് നമ്മുടെ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി ആരെന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. പാർട്ടി നേതൃത്വം എല്ലാ വശവും പരിഗണിച്ച് പരിശോധിച്ച് കൃത്യസമയത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ എല്ലാവരും അണിനിരക്കും. അതാണ് ആത്മവിശ്വാസത്തിനപ്പുറം വൈകാരികമാണ് UDF-നെ സംബന്ധിച്ച് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ്. ഒപ്പം മികച്ച വിജയം നേടി 2026-ലെ തെരഞ്ഞെടുപ്പിന് വലിയ ഒരു ശക്തി പകരുന്ന അടിത്തറ ഉണ്ടാക്കാൻ കൂടിയാണ് UDF-ന്റെ ഇപ്പോഴത്തെ ശ്രമം. അഖിലോട്ട് പറഞ്ഞൊപ്പം CB അനുമോദ്, ന്യൂസ് 18.